2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അതിലെ അഭിമാനത്തോടെയും. ജനകീയ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ പ്രഖ്യാപനങ്ങളുടെ പെരുമഴ. സർക്കാർ ജീവനക്കാർക്ക് കാര്യമായ കരുതൽ. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷൻ. DA കുടിശ്ശിക പൂർണ്ണമായും നൽകും. ഏപ്രിൽ മുതൽ അഷ്വേർഡ് പെൻഷൻ. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക ഉറപ്പാക്കും. അങ്കണവാടി, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെയും പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ അധികമായി വകയിരുത്തും. ക്യാൻസർ, ക്ഷയരോഗികളുടെ പ്രതിമാസ പെൻഷൻ ഇരട്ടിയാക്കി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതി. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്നവർക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ. മെഡിസെപ്പ് ഇൻഷുറൻസ് 2ാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ. കൂടുതൽ ആശുപത്രികളും പദ്ധതിയിൽ. കേരളിന് പകരം RRTS അതിവേഗ പാത. നഗര മെട്രോകളെ ബന്ധിപ്പിക്കും. KN ബാലഗോപാൽ അവതരിപ്പിച്ചത് 4ാമത്തെ ദൈർഘ്യമേറിയ ബജറ്റ്. കേന്ദ്രത്തിന് വിമർശനം. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നുവെന്ന് ധനമന്ത്രി. അനാവശ്യ രാഷ്ട്രീയം കലർത്തി ബജറ്റിന്റെ വിശ്വാസ്യത കളഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ നിർണായക വിധിയുമായി സുപ്രീം കോടതി. KM ഷാജിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്ന് സുപ്രീം കോടതി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് വിട നൽകി രാജ്യം. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തു. DGCA അന്വേഷണം പുരോഗമിക്കുന്നു. വിമാന കമ്പനി അധികൃതരെ ചോദ്യം ചെയ്തു. ഓഫീസിൽ ഉദ്യോഗസ്ഥരുടെ പരിശോധന. സ്വർണ്ണവില ഒറ്റയടിക്ക് പവൻ 8640 രൂപ കൂടി 1,31,160 രൂപയിലെത്തി. ഗ്രാമിന് 1080 രൂപ വർദ്ധിച്ച് 16,395 രൂപ. ഈ ആഴ്ച മാത്രം 10% വർധനവ്. വെള്ളിവിലയും കൂടി. ചരിത്രത്തിലാദ്യമായി കിലോഗ്രാമിന് 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത്.